ആദ്യമേ എല്ലാവർക്കും നമസ്കാരം. പ്രമോദ് നമ്പേഴ്സ് വ്യൂ എന്നെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ HP ലാപ്ടോപ്പിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ്. ആ അൺബോക്സിങ് വീഡിയോയിലേക്ക് എല്ലാ വ്യൂവേഴ്സിനെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ HP ലാപ്ടോപ്പ് 15S2223 AU എന്ന സീരീസിലുള്ള ലാപ്ടോപ്പാണിത്. ഇതിൻ്റെ സ്റ്റിക്കറിൽ കാണിച്ചിരിക്കുന്നു AMD Ryzen 5 5500U എന്നതിൽപ്പെട്ടതാണ്. 512GB SSD DDR4 വിൻഡോസ് 11th വെർഷനാണ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ നമ്മുടെ ലാപ്ടോപ്പ് ഇത് അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിൽവർ കളർ ബോഡിയാണ് ഉള്ളത്. കാണുന്നതിൻ്റെ ബ്രോഷറാണ്. മുകളിൽ തന്നെ HP ലോഗോ ഉണ്ട്. നമ്മളിത് മൈജി ഷോറൂമിൽ നിന്നാണ് ഈ ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്, പയ്യന്നൂർ ഷോറൂമിൽ നിന്ന്. ഇതാണ് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ കീബോർഡ്, ടച്ച് പാഡ് ആവശ്യത്തിന് വലിപ്പമുണ്ട്, സ്മൂത്തായി കൈകാര്യം ചെയ്യാം. Ryzen 5 ലോഗോ പ്രോസസ്സറാണ്, അതിൻ്റെ ഇടയ്ക്ക് കാണിച്ചിരിക്കുന്നു. ഇനി കാണിക്കാൻ പോകുന്നത് അത് അവർക്ക് ഗിഫ്റ്റ് കിട്ടിയ ബോക്സാണ്. അതിൽ സൗണ്ട് ബോക്സ്, ക്ലീനിങ് മെറ്റീരിയൽ എന്നിവയെല്ലാം ഉണ്ട്. ലാപ്ടോപ്പിൻ്റെ ചാർജറാണിത്. കിട്ടിയ സൗണ്ട് ബോക്സ്, ഇതാണ് നമുക്ക് ലാപ്ടോപ്പിൻ്റെ കൂടെ ഗിഫ്റ്റായിട്ട് കിട്ടിയ വയർലെസ് സ്പീക്കർ. അതിൻ്റെ ടോപ്പ് വ്യൂ ആണ് ഈ കാണുന്നത്. ഇവിടെ കുറേ 5ഓളം കൺട്രോൾ സ്വിച്ചസ് ഉണ്ട്. വോളിയം കൺട്രോൾ ചെയ്യുന്ന സ്വിച്ച് ഉണ്ട്, അതുപോലെ ഒരു സ്ട്രിപ്പുണ്ട്. നമുക്കിത് കൊണ്ടു നടക്കാനൊക്കെ വളരെ എളുപ്പമാണ്. അതിനാൽ അതിൻ്റെ പിറകുവശം ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്, റീചാർജ് ചെയ്യേണ്ട പോർട്ടുണ്ട്, അതുപോലെ USB കണക്ട് ചെയ്യാം. നമ്മുടെ മൊബൈലിൻ്റെ പിന്നുണ്ടെങ്കിൽ ഇതിൽ ചാർജ് ചെയ്യാൻ കഴിയും. ഇതാണ് വയർലെസ് സ്പീക്കറിൻ്റെ കവർ. അപ്പോൾ ഇതിൽ ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത് വയർലെസ്, അതുപോലെ FM റേഡിയോ, USB ചാർജിങ് എന്നിവയൊക്കെ ഇതിൽ ഉള്ളതായിട്ട് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിറകിൽ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ബ്ലൂടൂത്ത് വേർഷൻ്റെ കൊടുത്തിട്ടുണ്ട്. ബാറ്ററി, സ്പീക്കർ പവർ കൊടുത്തു. പ്ലേ ടൈം 4 hours ആണ് പറഞ്ഞിരിക്കുന്നത് ഒരൊറ്റ ചാർജിൽ.
അടുത്തതായി നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇതാണ്, മൗസാണ്. വയർലെസ് ഒപ്റ്റിക്കൽ മൗസ്. നമ്മുടെ മൗസിൽ ബാറ്ററി ഇൻസേർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇത് നമ്മൾ ലാപ്ടോപ്പിലാണെങ്കിൽ അതിൽ ഇൻസേർട്ട് ചെയ്യണം, അതിൻ്റെ പോർട്ടിൽ ഇൻസേർട്ട് ചെയ്യണം. ഇൻസേർട്ട് ചെയ്യുമ്പോൾ ലാപ്ടോപ്പും മൗസും തമ്മിൽ കണക്റ്റ് ആവുന്നു. ഇവിടെ പ്രൊഡക്റ്റ് ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്, ചെറിയ ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്തതായി നമ്മുടെ ബോക്സിലുള്ളത് ഹെഡ്ഫോണാണ്. ഹെഡ്ഫോണുണ്ട്, അതിൽ തന്നെ മൈക്കും ഉണ്ട്. ലാപ്ടോപ്പ് അഥവാ PC ആയിട്ട് കണക്ട് ചെയ്യേണ്ട കേബിളും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പിറകിൽ പ്രൊഡക്റ്റ് സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. മൈക്രോഫോണുണ്ട് ഇതിൽ ഉപയോഗിക്കുന്നതിന്. ഹെഡ്ഫോൺ വഴി മ്യൂസിക്കുകൾ നമുക്ക് കേൾക്കാം. അതിൽ സോഫ്റ്റ് പാഡ് കൊടുത്തിട്ടുണ്ട്. അടുത്തതായി ഇതിലുള്ളത് യൂണിവേഴ്സൽ സ്ക്രീൻ ക്ലീനിങ് ജെൽ കിറ്റ് ആണുള്ളത്. ഒരു ബ്രഷുണ്ട്, മൾട്ടിപർപ്പസ് ക്ലീനിങ് ജെൽ സ്പ്രേ, അതുപോലെ പ്രീമിയം പോക്കറ്റ് മൈക്രോഫൈബർ. ലാപ്ടോപ്പോ PCയോ ഉണ്ടെങ്കിൽ നമ്മൾ ബ്രഷ് കൊണ്ട് ഡസ്റ്റൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഈ കാണിച്ചിരിക്കുന്ന പ്രീമിയം പോക്കറ്റ് മൈക്രോഫൈബറിലേക്ക് നമ്മുടെ ജെല്ല് സ്പ്രേ ചെയ്യണം. തുടർന്ന് മൈക്രോഫൈബർ ഉപയോഗിച്ച് നമ്മുടെ ലാപ്ടോപ്പ്, അതുപോലെ തന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ടാബ്ലറ്റ്, മൊബൈൽ ഫോൺ എന്നിവയൊക്കെയുടെ ഉപരിതലത്തിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, യൂസ് ചെയ്യേണ്ടതിനെ പറ്റിയൊക്കെ ഇതിൽ പറഞ്ഞിരിക്കുന്നുണ്ട്. ഇതിൽ അടുത്തതായി ഇതാണുള്ളത്. ഇതൊരു വൈപ്പാണ്. നമ്മുടെ ഗാഡ്ജറ്റുകളൊക്കെ ക്ലീൻ ചെയ്യാമെന്നാണ് ഇവരിൽ പറഞ്ഞിരിക്കുന്നത്. ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, ഹെഡ്ഫോൺസ്, അങ്ങനെ ഏതും 99.9% ജെംസിനെയും കിൽ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ 21 days പ്രൊട്ടക്ഷൻ. ഇത് യൂസ് ചെയ്യുന്ന ദിവസം തൊട്ടിട്ടാണെന്ന് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇതെവിടെയും എളുപ്പത്തിൽ കൊണ്ടു നടക്കാം, അതുപോലെ തന്നെ എളുപ്പത്തിൽ യൂസ് ചെയ്യാനും എളുപ്പമാണ്. ഇനി അടുത്തതായി ഉള്ളത്, ഇതിൽ ബോക്സിലുള്ളത് ഇതാണ്, ഗെയിമിംഗ് മൗസ് പാഡ്. അതായത് നമ്മുടെ മൗസ് ഇതിൽ വെച്ച് യൂസ് ചെയ്യാം. നമ്മൾ സാധാരണ പ്രതലങ്ങൾ വെച്ചാൽ പൊടിയും മഴക്കും സ്ക്രാച്ചൊക്കെ ഇതിന് വരും. ഇതാകുമ്പോൾ കുറച്ചുകൂടെ ഓക്കെയാണ്. ഇതിൽ അടുത്തതായി ഉള്ളത് സാൻഡിസ്കിൻ്റെ USB 2.0 ഫ്ലാഷ് ഡ്രൈവ്, 32 GB. നമ്മുടെ ഈ കിറ്റിൻ്റെ കൂടെ, ലാപ്ടോപ്പിൻ്റെ കിറ്റിൻ്റെ കൂടെ ലഭിച്ചതാണ്.
നമ്മുടെ സ്പീക്കറിൻ്റെ ചാർജിങ് കേബിളാണ്. ഇത്രയുമാണ് നമുക്ക് ലാപ്ടോപ്പിൻ്റെ കിറ്റിൻ്റെ കൂടെ ലഭിച്ച ഐറ്റംസ്. നമ്മുടെ ഈ ചെറിയ അൺബോക്സിംഗ് വീഡിയോ എല്ലാവരും കണ്ടിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക്, കമൻസ്, ഷെയർ എന്നിവ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.